അസ്സലാമു അലൈക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. കൂട്ടുകാരെ, എല്ലാവർക്കും സുഖമല്ലേ? ഈ വീഡിയോയിൽ കാണുന്നത് ക്ലാസ് 8 താരിഖുൽ ഇസ്ലാം ഹാഫ് ഇയർലി എക്സാമിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, എന്നെ സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ക്ലാസ് 8 താരിഖുൽ ഇസ്ലാം ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്തലം വേണമെങ്കിൽ എൻ്റെ ചാനലായ മുന്നാ ഷാഹിൽ EDU എന്നതിൽ പ്ലേലിസ്റ്റ് സെക്ഷൻ എടുക്കുക. അതിൽ ഓരോ സബ്ജക്റ്റിൻ്റെയും തന്നെ പ്ലേലിസ്റ്റ് ഉണ്ടാകും. അതിൽ ക്ലാസ് 8 താരിഖുൽ ഇസ്ലാം എന്ന പ്ലേലിസ്റ്റ് ടച്ച് ചെയ്യുക. ടച്ച് ചെയ്താൽ ഞാൻ ഇതുവരെ എടുത്ത പാഠങ്ങളുടെ തദ്രീബാത്ത് ലഭ്യമാണ്. നമുക്കിപ്പോൾ ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്നാമത്തെ പ്രവർത്തനം കോളത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തുക. ഓരോന്നിനും 3 ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാകും. ചരിത്രത്തിൽ ടിക്ക് മാർക്ക് അടയാളപ്പെടുത്തണം. 1. ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ജനനസ്ഥലം. ഓപ്ഷൻസ്: ബൈത്തുൽ മഖ്ദിസ്, മക്കത്തുൽ മുക്കറമ, മദീനത്തുൽ മുനവ്വറ. ചരിത്രം: മക്കത്തുൽ മുക്കറമ. 2. മഹാന്മാരെ മുൻനിർത്തി തവസ്സുൽ പ്രാർത്ഥന നടത്തൽ. ഓപ്ഷൻസ്: ബിദ്അത്ത്, ഷിർക്ക്, സുന്നത്ത്. ചരിത്രം: സുന്നത്ത്. 3. ഫത്ഹുൽ ഫുതൂഹ് എന്ന പേരിൽ അറിയപ്പെടുന്ന യുദ്ധം. ഓപ്ഷൻസ്: നഹാവന്ത്, മദായിൻ, ഖാദിസിയ്യ. ചരിത്രം: നഹാവന്ത്. 4. യർമുക്ക് കീഴടക്കിയ സർവ്വസൈന്യാധിപൻ. ഓപ്ഷൻസ്: അംർ ബിനുൽ ആസ് റളിയല്ലാഹു അൻഹു, ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു, അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. ചരിത്രം: ഖാലിദ് ബിനുൽ വലീദ് റളിയല്ലാഹു അൻഹു. 5. പാശ്ചാത്യ റോമിൻ്റെ തലസ്ഥാനം. ഓപ്ഷൻസ്: കോൺസ്റ്റാന്റിനോപ്പിൾ, റോമ പട്ടണം, മദായിൻ പട്ടണം. ചരിത്രം: റോമ പട്ടണം. 6. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഇറാഖിലേക്ക് സൈന്യങ്ങളെ അയച്ച വർഷം. ഓപ്ഷൻസ്: ഹിജ്റ 14, ഹിജ്റ 12, ഹിജ്റ 13. ചരിത്രം: ഹിജ്റ 12. അടുത്ത പ്രവർത്തനം ചേരുംപടി ചേർക്കുക. 7. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. 8. ഫലസ്തീൻ്റെ തലസ്ഥാനം. 9. മുസ്ലിമത്തുൽ കസ്സാബ് നബിയാണെന്ന് വാദിച്ചു. 10. പൗരസ്ത്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. 11. പ്രവാചകത്വവാദിയായ തുലേഹത്തിനെ പരാജയപ്പെടുത്തിയ സ്ഥലം. ഇപ്പുറത്ത് നോക്കൂ: എ ബുസാഖ, ബി കോൺസ്റ്റാന്റിനോപ്പിൾ, സി മദായിൻ, ഡി ബൈത്തുൽ മഖ്ദിസ്, ഇ യമാമ. ഓരോന്നിനും യോജിച്ച ഉത്തരത്തിൻ്റെ ലെറ്റർ അതിന് നേരെ എഴുതണം. 7. പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. ചരിത്രം: സി മദായിൻ. 8. ഫലസ്തീനിൻ്റെ തലസ്ഥാനം. ചരിത്രം: ഡി ബൈത്തുൽ മഖ്ദിസ്. 9. മുസ്ലിമത്തുൽ കസ്സാബ് നബിയാണെന്ന് വാദിച്ചു. ചരിത്രം: ഇ യമാമ. 10. പൗരസ്ത്യ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം. ചരിത്രം: ബി കോൺസ്റ്റാന്റിനോപ്പിൾ. 11. പ്രവാചകത്വവാദിയായ തുലേഹത്തിനെ പരാജയപ്പെടുത്തിയ സ്ഥലം. ചരിത്രം: എ ബുസാഖ. സി ഡി ഇ ബി എ. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കുക. 12. ഹിജ്റ ഡാഷാം വർഷം റബീഉൽ അവ്വൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 11. ഹിജ്റ 11-ാം വർഷം റബീഉൽ അവ്വൽ 12-ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വഫാത്തായി. 13. ഖിലാഫത്തിൻ്റെ സുവർണകാലം ഏകദേശം ഡാഷ് വർഷമായിരുന്നു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 30. ഖിലാഫത്തിൻ്റെ സുവർണകാലം ഏകദേശം 30 വർഷമായിരുന്നു. 14. ഒന്നാം ഖലീഫയുടെ ഭരണം ഡാഷ് വർഷവും 3 മാസവും 10 ദിവസവുമാണ്. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 2. ഒന്നാം ഖലീഫയുടെ ഭരണം 2 വർഷവും 3 മാസവും 10 ദിവസവുമാണ്. 15. യർമൂക്കിൽ റോം സൈന്യത്തിൻ്റെ എണ്ണം ഡാഷ് 40,000 ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 2,00,000. യർമൂക്കിൽ റോം സൈന്യത്തിൻ്റെ എണ്ണം 2,40,000 16. അബൂബക്കർ റളിയല്ലാഹു അൻഹു അറബ് നാടുകളെ ഡാഷ് സംസ്ഥാനങ്ങളാക്കി തിരിച്ചു. ആ വരിയിൽ പൂരിപ്പിക്കേണ്ടത് 11. അബൂബക്കർ റളിയല്ലാഹു അൻഹു അറബ് നാടുകളെ 11 സംസ്ഥാനങ്ങളാക്കി തിരിച്ചു. 17.
നുബൂവത്തിന്റെ ഡാഷ് വർഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത്? അവരിൽ പൂരിപ്പിക്കേണ്ടത് 6. നുബൂവത്തിന്റെ 6 വർഷമാണ് ഉമർ റളിയല്ലാഹു അൻഹു ഇസ്ലാമിലേക്ക് വന്നത്. അടുത്ത പ്രവർത്തനം ഒറ്റ വാക്കിൽ ഉത്തരം എഴുതുക. 18. ഹിംസ് കീഴടക്കാൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു നിയോഗിച്ച സൈന്യാധിപൻ? ഉത്തരം അബൂ ഉബൈദത്ത് ബിനുൽ ജറാഹ് റളിയല്ലാഹു അൻഹു. 19. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ജനാസ നിസ്കാരത്തിന് നേതൃത്വം നൽകിയത്? ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു. 20. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ശേഷം ഖലീഫയാകേണ്ടത് അലി റളിയല്ലാഹു അൻഹു ആണെന്ന് വാദിച്ച വിഭാഗം? ഉത്തരം ഷിഅ. 21. ആദ്യമായി അമീറുൽ മുഅ്മിനീൻ എന്ന പേര് സ്വീകരിച്ച ഖലീഫ? ഉത്തരം ഉമർ റളിയല്ലാഹു അൻഹു. 22. ഉമർ റളിയല്ലാഹു അൻഹുവിനും സഹോദരിക്കും ഖുർആൻ പഠിപ്പിച്ച സ്വഹാബി? ഉത്തരം ഖബ്ബാബ് ബിനുൽ അറത്ത് റളിയല്ലാഹു അൻഹു. 23. ഖാദിസിയയിൽ മുസ്ലിം സൈന്യാധിപൻ? ഉത്തരം സഅദ് ബിനു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. അടുത്ത പ്രവർത്തനം ഒറ്റ വാചകത്തിൽ ഉത്തരം എഴുതുക. 24. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ശരീരം അനുദിനം ശോഷിച്ചു കൊണ്ടിരുന്നു. കാരണം? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിനെ തുടർന്ന് ദുഃഖിതനായി തീർന്നതിനാൽ. 25. ഉമർ റളിയല്ലാഹു അൻഹു ഏതൊക്കെ യോഗ്യതയോടെയാണ് വളർന്നു വന്നത്? ഉത്തരം ധൈര്യം, ശൗര്യം, ഭാഷാശുദ്ധി, സാഹിത്യം എന്നീ യോഗ്യതകളോടെ. 26. ഞാൻ തിന്മ ചെയ്താൽ നിങ്ങൾ എന്നെ നേരെയാക്കുക. ആര് എപ്പോൾ പറഞ്ഞു? അബൂബക്കർ റളിയല്ലാഹു അൻഹു ഖിലാഫത്ത് ഏറ്റെടുത്ത ഉടനെ മിമ്പറിൽ കയറി തന്റെ പ്രഥമ പ്രഭാഷണത്തിൽ പറഞ്ഞതാണിത്. 27. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഭരണത്തിന്റെ മുഖമുദ്ര എന്തായിരുന്നു? ഉത്തരം നീതിയും നിഷ്പക്ഷതയും. 28. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ വിശ്വാസദാർഢ്യത്തെക്കുറിച്ച് ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞതെന്ത്? ഉത്തരം അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാൻ ഭൂനിവാസികളുടെ മുഴുവൻ ഈമാനുമായി തുലനം ചെയ്താൽ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ ഈമാനായിരിക്കും മുൻതൂക്കം. 29. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ പ്രധാന പ്രവർത്തനങ്ങളിൽ ഒന്നെഴുതുക. ഉത്തരം എല്ലാ ഉദ്യോഗസ്ഥരും വാഹനത്തിലും ഭക്ഷണത്തിലും വസ്ത്രത്തിലും ലാളിത്യം പാലിക്കണമെന്നും ആവശ്യക്കാരുടെ മുമ്പിൽ തങ്ങളുടെ കവാടങ്ങൾ അടയ്ക്കരുതെന്നും അങ്ങനെ ചെയ്താൽ ശിക്ഷയ്ക്ക് അർഹരാകുമെന്നും ഉമർ റളിയല്ലാഹു അൻഹു ഉത്തരവിട്ടു. 30. പ്രവാചകത്വവാദികളോട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു യുദ്ധം ചെയ്യാനുള്ള കാരണമെന്ത്? ഉത്തരം മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രവാചകത്വ ലബ്ധിക്ക് ശേഷം തിരുമേനിയുടെ ജീവിതകാലത്തോ അതിനുശേഷമോ ആരെങ്കിലും പ്രവാചകത്വം വാദിച്ചാൽ അവൻ വ്യാജനും വഞ്ചകനുമാണ് എന്നതിനാൽ. 31. ഉമർ റളിയല്ലാഹു അൻഹു കീഴടക്കിയ രാജ്യങ്ങൾ ഏതെല്ലാം? ഉത്തരം പേർഷ്യൻ സാമ്രാജ്യം മുഴുവൻ, റോം സാമ്രാജ്യത്തിന് കീഴിലായിരുന്ന ഷാം രാജ്യം, ഈജിപ്ത് തുടങ്ങിയ രാജ്യങ്ങൾ. അടുത്ത പ്രവർത്തനം 5 വരിയിൽ കുറയാതെ ഉപന്യസിക്കുക. 32. ഉദാരമതിയായ അബൂബക്കർ റളിയല്ലാഹു അൻഹു. അബൂബക്കർ റളിയല്ലാഹു അൻഹു വലിയ ഉദാരമതിയായിരുന്നു. അദ്ദേഹത്തിന്റെ വീട്ടിൽ ഇസ്ലാം സ്വീകരിക്കുമ്പോൾ 40,000 ദിർഹം ഉണ്ടായിരുന്നു. മദീനയിലേക്ക് ഹിജ്റ പോകുമ്പോൾ 5,000 ദിർഹം മാത്രമാണ് അവശേഷിച്ചത്. ശിഷ്ടസംഖ്യയെല്ലാം അടിമമോചനത്തിനും ഇസ്ലാമിന്റെ സേവനത്തിലുമായി അദ്ദേഹം ചെലവഴിച്ചു. ഇസ്ലാം സ്വീകരിച്ചതിന്റെ പേരിൽ കഠിനമായ പീഡനം അനുഭവിച്ചു കൊണ്ടിരുന്ന 7 അടിമകളെ അദ്ദേഹം വിലയ്ക്ക് വാങ്ങി മോചിപ്പിക്കുകയുണ്ടായി. സ്വന്തം സ്വത്തുപോലെയായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തിന്റെ ധനം വിനിയോഗിച്ചിരുന്നത്. അബൂബക്കറിന്റെ ധനം എനിക്ക് ഉപകരിച്ചതുപോലെ മറ്റൊരു ധനവും എനിക്ക് ഉപകരിച്ചിട്ടില്ല എന്നൊരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സദഖ ചെയ്യാൻ ആവശ്യപ്പെട്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു തന്റെ സമ്പത്തിന്റെ പകുതി കൊണ്ടുവന്നു. കുടുംബത്തിന് എന്ത് ബാക്കി നിർത്തി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ തത്തുല്യമായത് എന്ന് അദ്ദേഹം മറുപടി നൽകി. അബൂബക്കർ റളിയല്ലാഹു അൻഹു ആകട്ടെ
തൻ്റെ സമീപമുള്ളത് മുഴുവൻ കൊണ്ടുവന്നു. കുടുംബത്തിന് എന്ത് ശിഷ്ടം വെച്ചോ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിച്ചപ്പോൾ അവർക്ക് ഞാൻ അള്ളാഹുവേയും അവൻ്റെ റസൂലിനെയും ബാക്കി നിർത്തിയിട്ടുണ്ട് എന്നായിരുന്നു സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ മറുപടി. അബൂബക്കറിനെ ഒരു കാര്യത്തിലും ഒരിക്കലും മുൻകടക്കാൻ എനിക്ക് കഴിയില്ല എന്ന് തദവസരം ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അങ്ങനെ തൻ്റെ സമ്പത്ത് മുഴുവനും അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിച്ചു. അവസാനം ഒരു ദീനാറോ ദിർഹമോ കൈവശമില്ലാതെയാണ് മഹാനവർകൾ വഫാത്തായത്. 33. നഹാവന്ത് വിജയം. മുസ്ലിങ്ങളെ പുനരാക്രമണം നടത്തുന്നതിനു വേണ്ടി യസ്ദജുർദ് ചക്രവർത്തി രാജ്യത്തിൻ്റെ നാനാഭാഗത്തുള്ള പേർഷ്യൻ നേതാക്കളുമായി കത്തിടപാട് നടത്തി. അങ്ങനെ നഹാവന്ത് എന്ന സ്ഥലത്ത് 1,50,000 വരുന്ന ഒരു വലിയ സൈന്യത്തെ സമ്മേളിപ്പിച്ചു. അപ്പോൾ 30,000 വരുന്ന ഒരു സൈന്യത്തെ ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ടയച്ചു. കോട്ടകളിൽ അഭയം പ്രാപിച്ച പേർഷ്യൻ യോദ്ധാക്കളെ ആദ്യം മുസ്ലിങ്ങൾ ഉപരോധിച്ചു. ഉപരോധം നീണ്ടപ്പോൾ മുസ്ലിങ്ങൾ തോറ്റോടുന്നതുപോലെ അഭിനയിച്ചു. വഞ്ചിതരായ പേർഷ്യക്കാർ കോട്ടയിൽ നിന്ന് വെളിക്കിറങ്ങി. കോട്ടകളിൽ നിന്ന് അവർ അകന്നു കഴിഞ്ഞപ്പോൾ മുസ്ലിങ്ങൾ തിരിച്ചടിച്ചു. ഘോര സമരത്തിനു ശേഷം മുസ്ലിങ്ങൾ നഹാവന്ത് കീഴടക്കി. പേർഷ്യൻ സൈന്യാധിപനായ അൽ ഫൈറുസാൻ വധിക്കപ്പെട്ടു. പേർഷ്യക്കാരുടെ ശക്തി തകർന്ന ഈ യുദ്ധത്തിന് ഫത്ഹുൽ ഫുത്തൂഹ്, വിജയങ്ങളുടെ വിജയം എന്ന് പറയപ്പെടുന്നു. ഈ വീഡിയോ കൂട്ടുകാർക്ക് ഉപകാരപ്രദമായെന്ന് വിചാരിക്കുന്നു. ഇൻഷാ അല്ലാഹ് അടുത്ത സബ്ജക്റ്റുമായി നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.